രാഷ്ട്രീയ കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ സമയപരിധിക്കകത്തുനിന്നുകൊണ്ട് രാഷ്ട്രീയ കാര്യസമിതിയിൽ ചർച്ച ചെയ്യും. We will discuss. മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കപ്പെട്ടതിൻ്റെ തെളിവാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം. ഇനിയും കൂടുതൽ വിപുലീകരിക്കണം. മുന്നണി വിപുലീകരണം എന്നാൽ അതുകൊണ്ട് അർത്ഥം വയ്ക്കുന്നത് പാർട്ടികളെ മുന്നണിയിലേക്ക് ചേർക്കലല്ല, അതും ചേരും. അതിന് മുന്നോടിയായി കൂടുതൽ ജനവിഭാഗങ്ങളെ, ഈ സർക്കാരിൻ്റെ നയങ്ങൾ, പരിപാടികൾ, അതിൽ പ്രതിഷേധമുള്ളവർ, അതിൻ്റെ തെറ്റുകൾ അനുഭവിക്കുന്ന, അതിൻ്റെ വിപരീത ഫലങ്ങൾ നേരിടുന്ന ആളുകൾ, അവരുടെ എല്ലാം വിപുലമായ പിന്തുണയാണ് മുന്നണി വിപുലീകരണത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറ. അതിനോടൊപ്പം തന്നെ കക്ഷികളും വ്യക്തികളും നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും സംഘടനകളുമെല്ലാം UDFൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടെ വരും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിലമ്പൂർ നൽകുന്ന ചൂണ്ടുപലക, കാലത്തിൻ്റെതായ ആ ചൂണ്ടുപലക ആളുകൾ വായിക്കും എന്ന് തന്നെ വിലയിരുത്തുകയാണ്. അതൊക്കെ അവർ നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾ വളരെ നേരത്തെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതൊക്കെ അതാത് പാർട്ടികൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. നല്ല ആഗ്രഹം തന്നെ. MP-മാർക്ക് മത്സരിക്കാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ MP മാരായത്. അയോഗ്യത ഉണ്ടെങ്കിൽ അതിന് അയോഗ്യതയൊന്നുമില്ല. അതിനൊരു അയോഗ്യതയില്ല. ഏതെങ്കിലും ഒരു പോസ്റ്റേ പറ്റുള്ളതേ ഉള്ളൂ. ആയില്ല, ഇലക്ഷൻ ആയില്ലല്ലോ. വൈ വി ആർ ഇൻ എ ഹറി? നമ്മൾ ഇതിനാ വലിയ തിരക്ക്. രാഷ്ട്രീയ കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ സമയപരിധിക്കകത്തുനിന്നുകൊണ്ട് രാഷ്ട്രീയ കാര്യസമിതിയിൽ ചർച്ച ചെയ്യും. We will discuss.